ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +1 ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ തീമായിട്ടുള്ള 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യം, റോമാ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിൽ നിന്ന് +1 ഹിസ്റ്ററിയിൽ ചോദിക്കാവുന്ന മാക്സിമം ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഈ വർഷം നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന പാഠമാണ്. റോമാ സാമ്രാജ്യം എന്നുള്ളത് BC 50 തൊട്ട് AD 500 വരെ നിലനിന്നിരുന്ന ഒരു ലോകത്ത് നിന്നിരുന്ന മഹത്തായ ഒരു സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം എന്നുള്ള കാര്യം. അത് നമുക്കറിയാം, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ 3 വൻകരകളിൽ ആയിട്ടാണ് സ്ഥിതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റോമാ നഗരം വൺവേഡ് ചോദ്യം ചോദിക്കാറുണ്ട്. റോമാ നഗരം സ്ഥിതി ചെയ്യുന്ന നദിയുടെ പേര് ചോദിക്കാറുണ്ട്. അത് ടൈബർ നദിയാണ്. ഓക്കെ, റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്നത് മെഡിറ്ററേനിയൻ. ഇതൊക്കെ വൺവേഡ് ചോദിക്കുന്ന, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന സമുദ്രമാണ് മെഡിറ്ററേനിയൻ. അപ്പോൾ ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ ചോദിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും ചോദിക്കാറുള്ള 6 മാർക്കിനൊക്കെ ചോദിക്കുന്നത് അഗസ്റ്റസ് സീസറിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. എന്താണ് അഗസ്റ്റസ് സീസർ? റോമിൻ്റെ ആദ്യത്തെ ചക്രവർത്തിയായിരുന്നു അഗസ്റ്റസ് സീസർ. BC 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അദ്ദേഹം ഭരണം സ്ഥാപിച്ചു. അതിനെ പറയപ്പെടുന്ന പേരാണ് പ്രിൻസിപ്പേറ്റ് എന്ന ഭരണം ആണ് അദ്ദേഹം സ്ഥാപിച്ചത്. ഈ പ്രിൻസിപ്പേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നൊന്ന് വൺവേഡായിട്ട് ചോദിക്കാറുണ്ട്. പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന പ്രിൻസപ്സ് എന്നുള്ള സ്ഥാനപ്പേരാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത്. സമ്പൂർണ്ണമായിട്ടുള്ള സമാധാനം, 1-2 നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന സമാധാനം, ഇതിനെ അറിയപ്പെടുന്ന പാക്സ് റോമന, ഇതും ചോദിക്കാറുണ്ട്, റോമൻ സമാധാനം എന്നുള്ളത്. ദെൻ അഗസ്റ്റസ് സീസറിൻ്റെ പിൻഗാമിയായി വളർത്തുമകനായിട്ട് ടൈബ്രീസ് ആയിരുന്നു. റോമൻ സെനറ്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് റോമൻ സെനറ്റ് എന്നുള്ളത്. റോമൻ സൈന്യത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഏറ്റവും ഇതിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് 3-ാം നൂറ്റാണ്ടിലെ AD 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയെക്കുറിച്ച്. 1-2 നൂറ്റാണ്ടുകൾക്ക് സമാധാനത്തിന് ശേഷം AD 3-ാം നൂറ്റാണ്ടിൽ റോമൻ പല പ്രതിസന്ധികളെയും നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇറാനിയൻ ആക്രമണവും ബാർബേറിയൻ ആക്രമണവുമായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, AD 225 ഇറാനിയയിലെ സസാനിയൻ രാജവംശത്തിലുള്ള ഭരണാധികാരി ഷാപൂർ 1-ാമനെ ആക്രമിച്ച് ആൻറ്റിയാക്ബർ. ദെൻ അപ്പോൾ റോമാ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ഈ മെറ്റീരിയലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യം ആണ്, റോമാ സാമ്രാജ്യമാണ്. അനേകം സംസ്കാരങ്ങൾ ചേർന്നാണ് റോമാ സാമ്രാജ്യം. ഇറാനിയൻ സംസ്കാരം മാത്രം ചേർന്നാണ്. റോമാ സാമ്രാജ്യത്തിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകളുണ്ട്. ഗ്രീക്ക്, ലാറ്റിന്, കോപ്റ്റിക്, സെൽറ്റിക് തുടങ്ങിയ. പക്ഷേ ഇറാനിയൻ സാമ്രാജ്യത്തിൽ ഏത് ഭാഷ മാത്രമേ ഉള്ളായിരുന്നു? ഇറാനിക് ഭാഷ മാത്രം ഉണ്ടായിരുന്നു. റോമാ സൈന്യം പ്രൊഫഷണൽ ആയിരുന്നു. ഇത് ഫോഴ്സ്ഡ് മിലിറ്ററി സർവീസ് ആയിരുന്നു, അതായത് നിർബന്ധിത സൈനിക സേവനമായിരുന്നു ഇറാനിയൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ. റോമാ സാമ്രാജ്യത്തിലെ സാമ്പത്തിക വികാസം ഇതുപോലെ തന്നെ ഷോർട്ടേജ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റോമാ സാമ്രാജ്യം തുറമുഖങ്ങൾ, ഖനികൾ, ക്വാറികൾ, ഒലിവെണ്ണ, പിന്നെ നിർമ്മാണ ഫാക്ടറികൾ, ഇഷ്ടിക കളങ്ങൾ എന്നിവയാൽ സമൃദ്ധമായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന ഗോതമ്പ്, വീഞ്ഞ്, ഒലിവെണ്ണ പ്രധാനമായും എത്തിച്ചേർന്ന് സ്പെയിന്, ഗാലിക് പ്രവിശ്യ, അതുപോലെ തന്നെ ഉത്തരാഫ്രിക്ക, ഈജിപ്ത്. വീഞ്ഞും ഒലിവെണ്ണയും കൊണ്ടുവരുന്ന ഭരണിയാണ് ഡ്രസ്സൽ 20. ഇത് വൺവേഡ് ചോദിക്കലുണ്ട്. വീഞ്ഞും ഒലിവെണ്ണയും കൊണ്ടുവരുന്ന ഭരണിയെ പറയുന്ന വലിയ ഭരണി. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഇതുള്ളത്. ഇതിൽ റോമിലെ അടിമത്തം, റോമിലെ സാമൂഹ്യ വിഭാഗത്തെക്കുറിച്ച് essay ക്വസ്റ്റ്യൻ വരാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു essayയാണ് റോമിലെ സാമൂഹ്യ വിഭാഗങ്ങൾ. റോമൻ ചരിത്രകാരനായിട്ടുള്ള ടാസിസ്റ്റസ് റോമാ സമൂഹത്തെ 5ആയി തരംതിരിച്ചു. സെനറ്റർമാർ, നൈറ്റുകൾ, മധ്യവർഗം, ഹ്യൂമലിയോറസ്, ദെൻ അടിമകൾ. ഏറ്റവും മേലെ പ്രിൻസിപ്പേറ്റ് ചക്രവർത്തിയുണ്ട്, അതിന് താഴെയാണ് സെനറ്റർമാർ.
നൈറ്റുകൾ അശ്വരുടന്മാർ കുതിരപ്പടയാളികളാണ്, മധ്യവർഗമാണ്. ഹുമിലിയോറസ് അടിമകൾ, ഇവരാണ് ഉള്ളത്. സെനറ്റർമാർ ദസേഗോസിനാണുള്ളത്. ചക്രവർത്തിക്ക് തൊട്ട് താഴെയാണ് അവരുടെ സ്ഥാനം. സമൂഹത്തിലെ ഏറ്റവും സമ്പന്ന വിഭാഗമായിരിക്കും. വൻകിട ഭൂവുടമകളും ധനികരുമായിട്ടുള്ള കുലീനരായിട്ടുള്ള വിഭാഗക്കാരാണ് സെനറ്റർമാർ എന്ന് നമുക്ക് പറയപ്പെടുന്നത്. അശ്വരുടന്മാർ എന്ന് പറഞ്ഞിട്ട് കുതിരപ്പടയാളികളാണ്. സമൂഹത്തിലെ രണ്ടാമത്തെ വലിയ വിഭാഗമാണ് അശ്വരുടന്മാർ. മൂന്നാമത്തെ വിഭാഗം മധ്യവർഗമാണ്. സമ്പന്ന വ്യാപാരികൾ, കർഷകർ, സൈനിക ഉദ്യോഗസ്ഥർ എന്നിവ ഈ വിഭാഗം. ഹ്യൂമിലിയോറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യവസായങ്ങളിലെയും ഖനികളിലെയും തൊഴിലാളികളാണ്, കൈവേലക്കാർ, അത്ര നോട്ട് പ്രൊഫഷണലാണ് കർഷകർ. ദെൻ അഞ്ചാമത്തെ വിഭാഗമായിരുന്നു അടിമകൾ. അടിമത്തം റോമിലുണ്ടായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗമായിരുന്നു. ഡയോക്ലീഷ്യൻ്റെ പരിഷ്കാരം. ആരാണ് ഡയോക്ലീഷ്യൻ? എന്താണ് ഡയോക്ലീഷ്യൻ്റെ പരിഷ്കാരം എന്നുള്ളത് ഷോർട്ടേഴ്സ് ചോദിക്കാറുണ്ട്. അദ്ദേഹമാണ് റോമൻ അതിർത്തികളെ എന്ത് ചെയ്തിട്ടുള്ളത്? പുനഃസംഘടിപ്പിച്ചത്. റോമാ സാമ്രാജ്യത്തെ രണ്ടായി, ഡയോക്ലീഷ്യൻ ചക്രവർത്തിയാണ് റോമാ സാമ്രാജ്യത്തെ രണ്ടായിട്ട് ബൈഫ്രിഗേറ്റ് ചെയ്ത് വിഭജിച്ചത്. ഓക്കെ, സാമ്രാജ്യത്തിൻ്റെ വലിപ്പം ഭരണ പരിഷ്കാരത്തിന് വേണ്ടിയിട്ട് വെട്ടിക്കുറച്ചു. ഇനി അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയെക്കുറിച്ച് പറയാറുണ്ട്. കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി, അഗസ്റ്റസ് ചക്രവർത്തി, അതുപോലെ തന്നെ ഡയോക്ലീഷ്യൻ ചക്രവർത്തി, ഈ മൂന്ന് ചക്രവർത്തിമാരെ കുറിച്ചാണ് റോമാ സാമ്രാജ്യത്തിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചത് കോൺസ്റ്റൻറ്റൈനാണ്. ഇദ്ദേഹം സ്വർണ്ണ നാണയം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൺ വേർഡ്, സോളിഡസ് എന്നുള്ള. അപ്പോൾ അതുപോലെ തന്നെ കോൺസ്റ്റന്റിനോപ്പിൾ എന്ന തലസ്ഥാന നഗരം പണി കഴിപ്പിച്ചതും കോൺസ്റ്റൻറ്റൈനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിൽ മെയിനായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.